സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് കരുതുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് പെരിയ കേസിലെ ഇരട്ടക്കൊലപാതക കേസിലെ വിധി എന്ന് പറയുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, ഇന്നും നാണമില്ലാതെ കോടതിയിലെത്തിയ രണ്ട് പ്രധാനപ്പെട്ട ആളുകളുണ്ട്. അതിലൊന്ന് CPM ജില്ലാ സെക്രട്ടറി N മോഹനും CPM ജില്ലാ സെക്രട്ടറി അംഗം ദേവദാസനും. പാർട്ടി പ്രവർത്തകരാണ്, ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് പറയുകയാണ്. അതിനുശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് CBI ഇവരെ പ്രതിയാക്കിയതാണ്, കാര്യങ്ങൾ ഉയർന്ന കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുമെന്ന്, വിധി അന്തിമമല്ലെന്നും നിയമപരമായ പോരാട്ടം തുടരുമെന്നും പറയുകയാണ് LDF കൺവീനർ. ഇവരെന്താണ് ഈ നമ്മുടെ ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഇതിനെയൊക്കെ വെറുത്ത് അറപ്പ് കാട്ടുന്ന സമൂഹത്തിന് നേരെ ഇവർ പല്ലിളിക്കുകയാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത് ജയചന്ദ്രൻ? രഞ്ജിത്തെ, ഈ കേസിൽ ഇപ്പോൾ ഇന്ന് വിധി വന്നു, ശിക്ഷിക്കപ്പെട്ടു. ശിക്ഷ ഇന്നാണ് പ്രഖ്യാപിച്ചത്. അത് അത്രയും ആശ്വാസമാണ് കേരളീയ പൊതുസമൂഹത്തിനെ സംബന്ധിച്ച് ആ വിധി നൽകുന്നത്. ഏതൊരു രാഷ്ട്രീയ കൊലപാതകത്തിലും അത് ഈ പ്രതികളെ ശിക്ഷിക്കുന്നത് ആശ്വാസകരം തന്നെയാണ്. ഇവിടെയും ഞാനതിനെ പൂർണ്ണമായും ആശ്വാസകരമായ വിധിയായി തന്നെയാണ് കാണുന്നത്. പക്ഷേ ഒരു കാര്യം താങ്കൾ ചോദിച്ചത്, ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPM-നോടുള്ള ചോദ്യം ആയിട്ടാണല്ലോ എന്നെ ബന്ധപ്പെടുത്തിയത്. അതിനെ ആ നിലയ്ക്ക് കാണുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കളുടെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആദ്യമായി ഉണ്ടാകുന്ന ഒരു സംഭവമായിട്ട് ചിത്രീകരിക്കേണ്ടതില്ല. അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർക്കല്ല. ഇപ്പോൾ ഇവിടെ സംസാരിച്ച അദ്ദേഹം, ഞാൻ ഇന്ന് ഒരുപാട് ചാനലുകൾ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ, സത്യനാരായണൻ, ഞാനത് കേൾക്കുകയും ചെയ്തിരുന്നതാണ്. പൂർണ്ണമായിട്ടും ആ പിതാവിൻ്റെ വാക്കുകൾക്കൊപ്പം തന്നെയാണ് എൻ്റെയും മനസ്സും അഭിപ്രായവും. അതിലൊന്നും ഒരു തർക്കവും മാറ്റവുമില്ല. പക്ഷേ ഈ രാഷ്ട്രീയ കൊലപാതകം, ഇത് രാഷ്ട്രീയ കൊലപാതകവുമാണ്. പക്ഷേ രാഷ്ട്രീയ കൊലപാതകം ആദ്യത്തേതാണ് എന്ന മട്ടിലുള്ള ചിത്രീകരണങ്ങൾ വരുമ്പോഴാണ് മറ്റു ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ അല്ല, താങ്കളടക്കമുള്ള ചോദ്യകർത്താക്കളോട് ഓർമ്മിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കൊലപാതകളുടെ പാർട്ടിയാണ്. CPM കൊലക്കത്തി താഴെ വെക്കണം ഇനിയെങ്കിലും എന്ന് KK രമ ഉച്ചയ്ക്ക് തന്നെ പറഞ്ഞു, വിധി വന്നതിന് തൊട്ട് പിന്നാലെ ഒക്കെ പറഞ്ഞു. പക്ഷേ ആ പാർട്ടി, രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ 218 രക്തസാക്ഷികളുണ്ട്. ഔദ്യോഗികമായി അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അവർ മാത്രമാണ് ഒരു കൊലയാളി പാർട്ടിയെങ്കിൽ അവർക്ക് അത്രയും രക്തസാക്ഷികൾ ഉണ്ടാകാൻ ഒരു തരവുമില്ല, ഒരു ന്യായവുമില്ല എന്ന് സാമാന്യമായി ആരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒടുക്കത്തെ പറഞ്ഞില്ല. പക്ഷേ ഭരണത്തിന്റെ തണൽ ഉപയോഗിച്ച് ഒരുപക്ഷെ മനസ്സിലാക്കേണ്ട, ഭരണത്തണൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നൽകാൻ CPM ഏറ്റവും പ്രകടമായി ഉപയോഗിച്ച ഒരു കേസ് കൂടിയാണ്. ഉദാഹരണമായിരുന്നു ഈ അഡ്വക്കേറ്റ് CK ശ്രീധരനെയൊക്കെ CPM അടർത്തിയെടുത്ത് മറുഭാഗത്ത് കൊണ്ടുപോകുന്നു. കേസ് പ്രതികളെ ഇറക്കിക്കൊണ്ടുവന്ന മുൻ MLA രക്ഷിക്കാൻ ശ്രമിക്കുന്നു, പ്രതിപട്ടികയിൽ വരുന്നില്ല. പിന്നീട് CBI വേണ്ടി വരുന്നു. കൂട്ടിലടയ്ക്കപ്പെട്ട തത്ത എന്ന് പാർട്ടി വിശേഷിപ്പിക്കപ്പെടുന്ന CBI വേണ്ടി വന്നു. ഈ പ്രതി സത്യം ഈ പറഞ്ഞ പോലെ കുടുംബത്തിന്റെ നീതി ലഭിക്കാൻ മുന്നിട്ടിറങ്ങാൻ. അത് വളരെ പ്രധാനമാണ്. അല്ല, അത് മാത്രം, അത് ആ പറയുന്നത് വസ്തുതയാണോ, സത്യമാണോ, ശരിയാണോ എന്ന് താങ്കളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ ചില കാര്യങ്ങൾ പറയാം ഇതുമായി ബന്ധപ്പെട്ട്. ഇത് മാതാപിതാക്കളുടെ ആവശ്യപ്രകാരമാണ് ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ CBI അന്വേഷണത്തിന് വേണ്ടി ഹർജി ചെല്ലുന്നത്. അത് മാതാപിതാക്കളുടെ രണ്ടുപേരുടെ ആവശ്യമാണല്ലോ. ആ ആവശ്യം മുൻനിർത്തി ചെല്ലുമ്പോൾ സിംഗിൾ ബെഞ്ച് ചെയ്യുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രം റദ്ദാക്കുകയാണ് ചെയ്യുന്നത്. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം റദ്ദാക്കുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. അതിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നത്. സ്റ്റേറ്റാണ് പോകുന്നത്. പോലീസിനെ കുറ്റപ്പെടുത്തിയുള്ള നിരീക്ഷണങ്ങളാണ് സിംഗിൾ ബെഞ്ച് നടത്തുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ എതിർത്തുകൊണ്ടാണ് സ്റ്റേറ്റ് തന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നത്. ഡിവിഷൻ ബെഞ്ച് എന്താണ് ചെയ്തത്? ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയ കുറ്റപത്രം റീഇൻസ്റ്റേറ്റ് ചെയ്തു, പുനഃസ്ഥാപിച്ചു ഡിവിഷൻ ബെഞ്ച്. എന്നിട്ട് CBIയോട് പറയുന്നു, നിങ്ങൾ തുടർന്ന് അന്വേഷിച്ചോളൂ, പക്ഷേ നിങ്ങൾ സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് മാത്രം സമർപ്പിച്ചാൽ മതിയാകും. മറ്റേത് മറ്റേ ചാർജ് ഷീറ്റ് പൂർണ്ണമായിട്ട് തള്ളിക്കളയേണ്ട കാര്യമേ ഇല്ല, അത് നിലനിൽക്കും. അതെന്ന് പറഞ്ഞാൽ റിവോക്ക് ചെയ്തു. എന്നിട്ട് CBIയോട് ആവശ്യപ്പെടുന്നു സപ്ലിമെൻ്ററി കുറ്റപത്രം സമർപ്പിക്കാനായിട്ട്. അതാണ് കേരള ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും ഉണ്ടായ ആ പ്രശ്നം ഉണ്ടായത്. അത് കഴിഞ്ഞാണ്
ഈ പിന്നെ കേസ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്? ഈ ഭാഗം എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ വിട്ടുകളയുന്നത്? ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് പുനഃസ്ഥാപിക്കുന്നവരാണ്, കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ നിൽക്കുന്നില്ലേ? അതിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ അകത്തെ ഈ ധാർമ്മികതയുടെ കാര്യത്തിൽ പൂർണ്ണമായും രക്ഷിതാക്കൾക്കൊപ്പമാണ് ഞാൻ ആദ്യമേ പറയുന്നു, ഇപ്പോഴും പറയും, നാളെയും പറയും. അതിലൊന്നും എനിക്ക് ഒരു സംശയം പോലുമില്ല. ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കാനും പാടില്ല. ഏത് ചെറുപ്പക്കാരനാണെങ്കിലും അത് രാഷ്ട്രീയമായിട്ടൊന്നുമല്ല കാണേണ്ടത്. ഒരു ചെറുപ്പക്കാരൻ്റെയും ജീവിതത്തെ സംബന്ധിച്ച് അത് അരാഷ്ട്രീയമായിട്ടും കാണുന്നില്ല. പക്ഷേ രാഷ്ട്രീയ കൊലകൾ അതിൻ്റെ പേരിൽ നടത്താനുള്ള അവകാശം ഒരു രാഷ്ട്രീയ കക്ഷിക്കുമില്ല. അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും മറ്റാരാണെങ്കിലും അതിനോട് യോജിക്കില്ല. പക്ഷേ ഈ പ്രശ്നം മാത്രമായിട്ട് എടുത്തുദ്ധരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പ്രശ്നം മാത്രമല്ല അങ്ങനെ അതിനെ ചെറുതായി കാണാൻ കഴിയില്ല. കാരണം നമുക്കറിയാം 1,14,00,000 രൂപ പൊതുപണം ചിലവാക്കി നീതി സംസ്ഥാനത്തെ പൗരന്മാർ 2 കുടുംബങ്ങൾക്ക് കൂടെ നിൽക്കേണ്ട സർക്കാർ സംവിധാനം പൂർണ്ണമായും അവർക്ക് നിൽക്കുക എന്ന് പറയുന്ന ഒരു പക്ഷേ കേട്ടുകളില്ലാത്ത കാര്യം തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമല്ലേ. അതിനെ നമുക്ക് അങ്ങനെ ചെറുതായി കാണിക്കാൻ പറ്റില്ല. ശ്രീ വസന്ത്, ഇവിടെ ന്യായങ്ങൾ ഒരുപാടുണ്ട് ഇന്ന് CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പാർട്ടിക്കാരാണ്, കൂടെ നിൽക്കുമെന്ന് പറയുകയാണ് ഉളുപ്പില്ലാതെ ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം. യാതൊരു സംശയവുമില്ല. നമ്മൾ